നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമുക്ക് ഹോട്ടലുകളിലും അതുപോലെ മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോയാലും അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ അത്യാവശ്യം ഒരു ജോലിക്ക് ആളിനെ വിളിക്കേണ്ടതിന് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഭായിമാരൊന്നും ഇവിടെ ഇല്ല. അതെ. അവരെല്ലാം തിരിച്ചങ്ങ് പോയി. ഞങ്ങൾ താമസിക്കുന്ന ഭാഗത്ത് കുറേ ഭായിമാർ താമസിച്ചായില്ല ആരെയും കാണാനില്ല. സാധാരണ രാവിലെ അവരിങ്ങനെ കലപില ആ സംസ്ഥാനത്തിൽ കുറേ പേര് പോകുന്നതാണ്, രാത്രി അതുപോലെ എല്ലാം കൂടെ ഓടി പടഞ്ഞ് പോകുന്നതാണ്. അവരാരും ഇപ്പോൾ കാണുന്നില്ല. പണ്ട് നമ്മളെ ഈ വടക്കേ ഇന്ത്യയിലുള്ളവർ വിളിച്ചുകൊണ്ടിരുന്ന മദ്രാസീസ് എന്നാണ്. അത് മദ്രാസിയാണ്. മലയാളിയാണേലും തമിഴനാണേലും തെലുങ്കനാണേലും മദ്രാസികൾ. കന്നഡിയനാണേലും എല്ലാം മദ്രാസി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇവരെ എല്ലാം വിളിക്കുന്നത് ബംഗാളി എന്നാണ്. ബംഗാളികൾ എന്നാണ് വിളിക്കുന്നത്. ബംഗാളിയെ ഒരു ബംഗാളിയാന്ന് പറയും. പക്ഷേ ഈ പല ആൾക്കാരും ബംഗാളികളല്ല. ഇവര് കുറച്ച് പേര് ആസാംകാരുണ്ട്, ബീഹാറുകാരുണ്ട്, ഛത്തീസ്ഗഡുകാരുണ്ട്, ജാർഖണ്ഡുകാരുണ്ട്, പിന്നെ അതുപോലെ തന്നെ UP നിന്നുള്ളവരുണ്ട്, MP മധ്യപ്രദേശിൽ നിന്നുള്ളവർ, അതായത് വടക്ക് രാജസ്ഥാനിൽ നിന്നുള്ളവരുണ്ട്. ഇതൊന്നും പോരാഞ്ഞ് ബംഗ്ലാദേശുകാരും ഉണ്ട്. ഇതിപ്പം നമ്മുടെ അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള നോർത്ത് ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റിൽ നിന്നും നോർത്ത് വെസ്റ്റിൽ നിന്നുമുള്ള ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇവിടെ വന്ന് മറിഞ്ഞുകൊണ്ടിരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ തെരഞ്ഞെടുപ്പിന് ആണ് ഇവിടുന്ന് പോയത്. കൂട്ടത്തോടെ പോയതോടെ അവർ ഒരു മാസം മുമ്പെങ്ങാണ്ടേ പോയി. ഒരു മാസം മുമ്പേ ഈ ഒഴുക്ക് തുടങ്ങി. അതെ, ഒഴുക്ക് തുടങ്ങിയിട്ട് നമ്മൾ വിചാരിച്ച ഈ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്തിട്ട് അവരിങ്ങ് പോരും എന്നാണ്. അപ്പം ഇവർ പോയതോടെ നമ്മുടെ ഇവിടുത്തെ ഹോട്ടല്, നിർമ്മാണ മേഖല, കൃഷിപ്പണി, മീൻ വളർത്തൽ, പിന്നെ ചിക്കൻ സെൻറ്ററുകൾ, മീൻ കടകൾ, അതുപോലെ ഇറച്ചി വെട്ട് കേന്ദ്രങ്ങൾ, ഈ പന്നിയെ വളർത്തുന്ന ഫാമുകൾ, എന്തിന് തെങ്ങേറ്റക്കാർ വരെ, അതായത് നാട്ടിലൊക്കെ തെങ്ങേറ്റക്കത്തിന് വരും ഈ ഭായിമാര്. ഇവര് നമ്മൾ കോമഡി ആണെങ്കിലും നമ്മൾ കാണുന്നുണ്ട്. ഒരു ഭായിയെ കൊണ്ടുവച്ചിട്ട് ഈ ജ്യോത്സ്യപ്പണി വരെ ഒരു ജ്യോത്സ്യൻ ഒരു മന്ത്രവാദി, അതായത് പ്രേതത്തെ ഒഴിപ്പിക്കാൻ വരെ മന്ത്രവാദി വരുന്ന ഒരു കോമഡി ഉണ്ട്. അതൊക്കെ വളരെ ഹിറ്റായിട്ടുള്ള കോമഡിയാണ്. അത് ഈ ബംഗാളിയാണ്. അയാൾ വന്നിരിക്കുന്നു, ചേട്ടാ പൊക്കിൾ കാണുന്നില്ല എന്ന് പറയും. അപ്പം ഈ പൂജ നടത്തുന്ന ആള് അയാളെ ഉടുപ്പ് പൊക്കി വെച്ച് പൊക്കിൾ കാണിച്ചു കൊടുക്കും. ചേട്ടാ ഇതല്ല, ഫ്ലവേഴ്സ് പൂജയ്ക്കുള്ള പൂക്കൾ എന്ന് പറയുന്ന പോലെ. അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ ഈ എല്ലാ മേഖലകളിലും ബംഗാളികൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഇവർ നമ്മളെ പണിക്കൊക്കെ വിളിച്ചാൽ അവർക്ക് വിശ്രമമൊന്നുമില്ല. അവരിങ്ങനെ ഭക്ഷണം കഴിക്കാൻ മാത്രം പോകും, അവർ പെട്ടെന്ന് വരും, വീണ്ടും അവർ ജോലി ചെയ്യും. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭരണമാറ്റം ബംഗാളിലും ഒക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അവർക്ക് മനസ്സിലായി അവരിവിടുന്ന് പോകുന്നതോടെ ഇവിടുത്തെ നിർമ്മാണ മേഖല സ്തംഭിച്ചു. ഇവരെ ഡെയിലി വിളിയാണ് ഇവിടുന്ന് കോൺട്രാക്ടേഴ്സ്. അതെ, എല്ലാവരും വരാമെന്ന് പറഞ്ഞ് പോയതാണ്. ചിലർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഞങ്ങളെ ഇവിടെ ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് ഡിമാൻഡ് കൂടി. അപ്പോൾ ഇവർക്ക് ഇപ്പം ശരാശരി 1000 രൂപ എങ്ങാണ്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇമാരിപ്പോൾ 1500 തൊട്ട് 2500 രൂപ വരെ ഡെയിലി ചോദിക്കുന്നു. ഈ കൂലി സമ്മതമാണെങ്കിൽ വിളിച്ചാൽ മതി എന്നാണ് ഇവർ. ചിലർ ഇപ്പം ആന്ധ്ര, തെലുങ്കാന സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട് പോലും ഈ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. കാരണം അവിടെ ഇതിനേക്കാളും പൈസ കിട്ടുന്നുണ്ടെന്ന്, അവർ കുറച്ചുകൂടെ സൗകര്യങ്ങൾ അവിടെ ലഭിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ടും പോകുന്നുണ്ട്. അതുപോലെ അല്ല, ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ ഇല്ലെന്ന് പറയുന്ന സ്ഥലത്താണെന്ന് ഓർത്തോണം. ഒരു സ്ഥലത്തു നിന്ന് ഇങ്ങേ സ്ഥലം വന്ന് അവർക്ക് ഗൾഫാണ്. ബംഗാളിക്ക് ഇവിടെ ഗൾഫാണ് കേരളം. കാരണം അവൻ്റെ നാട്ടിൽ അവന് ഒരു ദിവസം പണി 500 രൂപ കിട്ടത്തുള്ളൂ. ഇവിടെ മാത്രം നമ്മൾ വൈകുന്നേരങ്ങളിൽ ATM ഒന്ന് കയറാന്ന് വെച്ചാൽ CDM ഉണ്ടെങ്കിൽ അവിടെ മുഴുവൻ ആണ്. ഇവൻ ഇവിടെ 1000 രൂപ കിട്ടും. നല്ല മേസ്തിരി, തേപ്പ്, നല്ല പണിയുള്ളവനൊക്കെയാണ്, മാസ്റ്റർ ക്ലാസ് ആണ്. അവൻ ഇങ്ങോട്ട് വന്നിട്ട് അവൻ 1500 രൂപയൊക്കെ നേരത്തെ തന്നെ മേടിക്കുന്നവന്മാരുണ്ട്, തേപ്പ് പണി. അങ്ങനെ പിന്നെ ഇവർ എല്ലാ മേഖലകളിലും ഇപ്പം നമുക്കറിയാം. നമ്മുടെ മലയാളികൾ ഇപ്പോൾ വീണ്ടും കൃഷിയിലേക്ക് മടങ്ങി വന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ബംഗാളികളാണ്. ബംഗാളികൾ എന്ന് പറഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യൻസ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വയലെല്ലാം നിർത്തി കഴിഞ്ഞു. അവിടെ വയലൊന്നും ഇപ്പോൾ ഇല്ല. കാരണം പണിക്ക് ആളെ കിട്ടാൻ ഇല്ലാത്തതുകൊണ്ട് ഇത് എല്ലാത്തിനും ആൾ വേണ്ടേ. പക്ഷേ ഇപ്പോഴും കാണുമായിരുന്നെങ്കിൽ വയലുകൾ അവസാനിപ്പിക്കില്ലായിരുന്നത്. അല്ല, എനിക്കറിയാം. എൻ്റെ 2-3 സുഹൃത്തുക്കൾ ഇതുപോലെ കൃഷിഭൂമി പാട്ടത്തിനടുത്ത് എല്ലാം മറച്ചു കെട്ടി വലിയ സെറ്റപ്പിൽ ചെയ്യുന്നുണ്ട്. അവിടെ കിണറും കുഴിച്ച് ഒരു ചെറിയ ഷെഡല്ല, അത്യാവശ്യം ഒരാൾക്ക് താമസിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി 2 ഭായിമാരെ അവിടോട്ട് കയറ്റി വിട്ടേക്കും. ഇവന്മാരാണ് ഇത് നടുന്നത്, നനയ്ക്കുന്നത്, ഇപ്പം ഇതിൻ്റെ വിളവെടുക്കുന്നത് എല്ലാം ഇവർ ചെയ്യും. നമ്മളൊന്നും വരണ്ട. ഈ മാത്രമല്ല, ഏറ്റവും കൂടുതൽ കൃഷിക്ക് സബ്സിഡി കിട്ടുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. അത് നമ്മുടെ നാട്ടുകാർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പറമ്പും എല്ലാം കാട് പിടിപ്പിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പെടുത്ത് ഈ ഭായിമാരെ ഇറക്കി പരിപാടി അങ്ങോട്ട് നടത്തി കഴിഞ്ഞാൽ സബ്സിഡി ഉണ്ട് ഭയങ്കരമായിട്ട്. ഇത്ര ശതമാനം സബ്സിഡി ഉണ്ട്. ആ സബ്സിഡി കൃഷി വകുപ്പിൽ നമുക്ക് കിട്ടും. അതിന് പുറമെ നല്ല നാടൻ പച്ചക്കറിയാണ്. നല്ല നാടൻ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചിട്ട് നിങ്ങളുടെ ഫാം അല്ലെ വീടിൻ്റെ മുമ്പിലോട്ടൊരു മേശയും ഡെസ്ക് ഇട്ടിട്ട് ഇവിടുന്ന് പറിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇട്ടാൽ പുഷ്പം പോലെ സാധനം നമ്മൾ ചോദിക്കുന്ന വിലയ്ക്ക് സാധനം കിട്ടും. അല്ലേ? അതെ, മടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സംഭവം അങ്ങോട്ട് പറിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ഓടും. അതിന് നല്ല വിലയും കിട്ടും. അത് ഇപ്പോൾ ലാഭകരമാണ്. അതുപോലെ നെൽകൃഷി, ഇതെല്ലാം കേരളത്തിൽ ഇതിൻ്റെ വിപണന സാധ്യതയും ലാഭസാധ്യതയും തിരിച്ചറിഞ്ഞ് ഇത് ഒരേ ഗ്രൂപ്പുകളുണ്ട്.
കേരളം മുഴുവൻ തെക്കോടെ കടന്ന് ഇവർ ഇത് എടുക്കുക, ഇവർ ഇൻവെസ്റ്റ് ചെയ്യും അവിടെ. അതെ. എന്നിട്ട് അവർ ഇതിൽ നിന്ന് ലാഭം കൊയ്യുക, ലക്ഷങ്ങൾ ലാഭം കൊയ്യുക. അവർക്ക് ആകെയുള്ളത് ഈ ബംഗാളികളെ താമസിപ്പിക്കും. അതിൽ താമസിക്കുന്ന ഒരുത്തിന് മാസം ഒരു 30,000 രൂപ വെച്ചും കൊടുക്കും. ഈ 2 പേർക്ക് മാസം 60,000 കൊടുത്താലും അവർക്ക് ലാഭമാണ്. വലിയ ലാഭമാണ് അവർക്ക്. അങ്ങനെ അവരെ സ്ഥിരമായിട്ട് അവർ തന്നെ ഇത് മുഴുവൻ ചെയ്യും. നമ്മളിപ്പോൾ ഒരുത്തനെ ഒരു പണിക്ക് വിളിക്കണമെങ്കിൽ അവൻ 1000 രൂപയും ഫുഡും കൊടുക്കണം, വേണ്ടേ? ഇത് അവരാണെങ്കിൽ സ്വന്തമായിട്ട് പൈസ മുടക്കി ഫുഡും വെച്ച് നമ്മളെ കൊടുക്കുന്ന ശമ്പളത്തെ കഴിഞ്ഞുകൊള്ളും. അങ്ങനെയുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ എന്താണ്, അവർക്ക് മനസ്സിലാകുന്നു കേരളത്തിൽ ഞങ്ങളില്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല. അപ്പോൾ സലൂണുകൾ ഉണ്ടല്ലോ, മുടി പറിക്കുന്നിടത്ത് എല്ലാം ഇവരാണ്. സ്പാ സെൻറ്ററിൽ നേപ്പാളി പെണ്ണുങ്ങളാണ് വന്ന് നിന്ന് തിരുമുന്നത് അല്ലേ, സ്പാകളിൽ. അതുപോലെ ഈ യൂണിസെക്സ് സലൂണുകളിൽ വന്ന് നിൽക്കുന്നതും ഈ പറഞ്ഞ പോലെ നേപ്പാളികളും സിക്കിമുകാരും ത്രിപുരക്കാരും നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ഒരുപാട് പേര് വരുന്നുണ്ട്, ബംഗാളികളെ കൂടാതെ. അപ്പം അവർ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. മാത്രമല്ല പലരും ഇവിടെ കല്യാണം കഴിച്ചവരുണ്ട്. ഈ ചില ഭായിമാർ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് കുടുംബം നമ്മൾ ഇത് മിക്കവാറും സോഷ്യൽ മീഡിയ കാണാൻ ഒരു ഭയങ്കര ഗായകനാണ്, മലയാളം പാട്ട് പുള്ളി വന്ന് അങ്ങ് തകർക്കാണ്. അത് പുള്ളിയുടെ ഉച്ചാരണത്തിൽ ചില ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും പുള്ളിക്ക് ഇവിടെ ഗാനമേളയിൽ ചാൻസ് ഉണ്ട്. ആരോ പറയായിരുന്നു, തിരുവനന്തപുരത്ത് ഉള്ള ഒരു പ്രമുഖ ഹോട്ടലിലെ ഒരു ബേറർ ജാർഖണ്ഡിലെ എവിടെയുള്ള ഒരു കവിയായിരുന്നു എന്നാണ്. അത് ശരി, കവി സഹാവൊക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ നിലനിൽപ്പില്ലാതെ പത്തം ജീവിക്കാൻ ഇവിടെ വന്നത്. അതെ, വി ഡി സതീശൻ പറഞ്ഞ പറവൂർ കടയിൽ പൊറോട്ട അടിക്കുന്ന ആള് ബംഗാളി CPM ഏരിയ സെക്രട്ടറി ആയിരിക്കും. സത്യമാണ്, ഏരിയ സെക്രട്ടറി അല്ലെ, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ജില്ലാ സെക്രട്ടറിയും അംഗം വരെ ഇവിടെ പൊറോട്ട അടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം. അല്ല, ഈ അതുകൊണ്ട് തന്നെ ഇവര് ഈ പശ്ചിമ ബംഗാൾ ഉണ്ടായി രാഷ്ട്രീയ മാറ്റം ഉണ്ടല്ലോ, അത് വലിയൊരു ഘടകമായി മാറിക്കാണ്. കാരണം അവിടെ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇത്ര കോൺഗ്രസിന്റെ ഗുണ്ടകളുടെ ഈ അക്രമങ്ങൾ കാരണം, അല്ലെങ്കിൽ അഴിമതി കാരണം. പക്ഷെ ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ നാട്ടിൽ തിരിച്ച് ഇവിടെ വന്നാൽ പലരും ധാരാളം കൃഷിഭൂമിയൊക്കെ ഉള്ള ആളുണ്ട്, കിട്ടത്തില്ല ഏക്കർ കണക്കിന്. ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കൽക്കട്ടയിൽ ഈ മാൾഡ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടി ഇങ്ങനെ വയലിന് നടുക്കൂടി ഇങ്ങനെ സഞ്ചരിക്കുന്നു, മലയാളം പറഞ്ഞു നമ്മളിങ്ങനെ, ഞാൻ പറഞ്ഞു ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഒരു പരിപാടിക്ക്. അപ്പോൾ ഒരാൾ അവിടെ നിന്നുകൊണ്ട് ഹലോ ചേട്ടാ എവിടെ പോവാ എന്ന് നമ്മളോട് ചോദിക്കുന്നു. അപ്പോൾ ബംഗാളിയാണ്. എവിടെയാണ്? ഞാൻ കോട്ടയത്ത് ജോലി ചെയ്തിട്ടുണ്ട്, ഞാൻ പായിപ്പാട് ജോലി ചെയ്തിട്ടുണ്ട്, എല്ലാം മലയാളത്തിൽ പറയും. അപ്പോൾ എന്താ ഈ കാണുന്നതെല്ലാം എൻ്റെ ഭൂമിയാണ്. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ ബംഗാളിൽ ഈ കൃഷിഭൂമിയിൽ കൃഷി ചെയ്താൽ പോലും കൃഷി ഇറക്കാൻ നേരത്തെ മറ്റവൻ വരും, തൃണമൂലകാരൻ വരും. ആ വന്നെല്ലാം പിടിച്ച് പറിച്ചുകൊണ്ട് പോകും. എന്തിന് ലോൺ എടുക്കണമെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സാമ്പത്തിക നില വെച്ചാൽ എല്ലാം അമ്മമാർ പിടിച്ചു പറയും. അല്ല, പണ്ട് നമ്മുടെ നാട്ടിലൊരു ശീലമുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ഗൾഫിൽ പോകുന്നു. ഗൾഫിൽ പോയി കഴിയുമ്പോൾ അയാൾ എന്ത് ചെയ്യും? ആദ്യം അയാളുടെ അനിയനെ കൊണ്ടുപോകും, പിന്നെ പെങ്ങളുടെ മക്കളെ കൊണ്ടുപോകും. അങ്ങനെ നമ്മുടെ ആൾക്കാരെ മൊത്തം നമ്മൾ അങ്ങ് ഗൾഫിലെത്തിക്കൊള്ളും. അങ്ങനെ അപ്പോൾ ഈ കൊണ്ടുപോകുന്ന ആൾക്ക് അവിടെ നാട്ടിലൊരു താരപരിവേഷമുണ്ട്. ഏതാണ്ട് ഇതേ അവസ്ഥയാണ് ഈ ബംഗാളികൾക്ക്. അവർ ഈ നോർത്തിൽ ഉള്ള ഒരുത്തം വരുമ്പോൾ അവൻ നോക്കും ഇവിടെ അത്യാവശ്യം നല്ല വരുമാനമാണ്, ഇവൻ അടുത്ത ആളിനെ കൊണ്ടുവരും. എത്ര പേര് വന്നാലും ഇവിടെ എടുത്തോളുമല്ലോ. ഇവിടെ വിസ വേണ്ട, ഇത് വേണ്ട, ഒന്നും വേണ്ട. ഒരു ബസ് ഒന്നീ ട്രെയിനേ കയറി, ഇപ്പോൾ അവർ ഫ്ലൈറ്റിലൊക്കെയാണ് വരുന്നത്. എന്നിട്ട് ഇവന്മാർ നോക്കുമ്പോൾ കൈ നിറയെ പണം, ഒരാഴ്ചത്തെ ഒന്നിച്ച് കണക്ക് ചേർക്കുമ്പം പൈസ കയ്യിലോട്ട് കിട്ടുമല്ലോ. അപ്പം തന്നെ അതായത് ഇവിടുത്തെ ചെലവിന് ചെറിയ തുക എടുത്തേച്ച് ഇവർ ഷെയർ ഇട്ടല്ലേ ഇവിടെ ചെയ്യുന്നു. അവർ നേരെ ഇത് അങ്ങോട്ട് ഈ അയക്കുന്ന എല്ലാം അവിടെ ചെല്ലുമ്പോൾ എന്താണ്, അവരുടെ കുടുംബാംഗങ്ങൾ ഈ പൈസ കൂട്ടി വെച്ചിട്ട് അവിടെയൊക്കെ വസ്തുവിന് നാമമാത്രമേ വിലയുള്ളൂ. അത് കൂടുതലും പാടങ്ങളാണ്, കൃഷി ചെയ്യുന്ന പാടങ്ങൾ അവർ മേടിച്ച് കൂട്ടുകയാണ്. അങ്ങനെ വന്ന് നമ്മൾ പ്രവാസ ജീവിതത്തിലേക്ക് പോയതുപോലെ ഇവരിവിടേക്ക് വരുന്നു. നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർ മൊത്തം നിന്നും ഗൾഫിലോട്ട് പോകുന്നു. അവിടെ നമ്മൾ ആൾക്കാരെ എല്ലാം കൊണ്ടുവന്നു, അവിടെ കിടന്ന് നമ്മൾ വലിയ ജോലി ചെയ്തു. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? നേരെ നമ്മുടെ നാട്ടിൽ നമുക്ക് കൂലിപ്പണി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളാരും ഇവിടെ നിൽക്കില്ല, ഗൾഫിൽ. അല്ല, അത് ഇതിന് വരും ദിവസങ്ങളിൽ വരും നാളുകൾ ഇത് വലിയ പ്രശ്നമായി മാറും. നമുക്ക് നിസ്സാരമായി ഇത് തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം കേരളത്തിലെ ഒരുപാട് മേഖലകൾ, പ്രത്യേകം നിർമ്മാണ മേഖല ഹോട്ടലിലെ പാചകം തൊട്ട് വെയിറ്റർമാർ വരെ ഇവന്മാരാണ്. അപ്പൊ ഇവർക്കെല്ലാം ഈ ശമ്പള വർധന കൂടുന്നതോടെ അത് വേറൊരു തരത്തിൽ നമ്മളെ ബാധിക്കും. ഈ സാധനങ്ങൾക്കെല്ലാം വില കൂടും, ഗ്യാസിന്റെ വില കൂടി, പെട്രോളിനും ഡീസലിനും വില കൂടി, കറണ്ട് ചാർജ് കൂടുന്നു, ഇത് കൂടുന്നു, എല്ലാം കൂടുന്ന കൂട്ടത്തിൽ ഭായിമാരുടെ കൂലിയൂടെ കൂടുന്നതോടെ ഭക്ഷണം മേഖല തകരാറിലാവും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം പറയാം, ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥയാണ് അവർ ഇവിടെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്, അല്ലേ? കാരണം ഇവിടുത്തെ പൈസ ഒന്നും ഇവിടെ കുറച്ചൊക്കെ അവരിവിടെ ചെലവഴിക്കുന്നുണ്ട്, ബാക്കിയെല്ലാം നേരെ അതായത് നമ്മൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വിടുന്ന പൈസ ഇത് നേരെ ഇവിടുന്ന് നേരെ നോർത്തിലേക്ക് പോവുകയാണ്. എന്തായാലും ഭായിമാർ 1500 രൂപയാണ് മിനിമം വേതനം ചോദിക്കുന്നത്, കൊടുക്കാതെ തരവില്ലാതെ വരും. അതിന് ഭായിമാർ 1500 ചോദിക്കുമ്പോൾ നമ്മുടെ നാട്ടുകാർ 1600 ചോദിക്കും. അവർ ബംഗാളിക്ക് 1500 തന്നാൽ ഞങ്ങൾക്ക് 1600 തരണം. ഈ ബംഗാളിയും മലയാളിയും കൂടെ ഒരു സമയം പണിക്ക് ആരെ വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ ബംഗാളി എന്നേ പറയുള്ളൂ. കാരണം അവന് വേറെ ന്യായമൊന്നുമില്ല, അവൻ വന്ന് പണി ആരംഭിക്കും, കൃത്യമായി പണി ചെയ്ത് പൈസ. എൻ്റെ വീട്ടിൽ തന്നെ കുറച്ചാളുമ്പോൾ പ്ലംബിങ്ങിൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ
മലയാളി പ്ലംബറെ കൂടെ വന്നത് ആസാംകാരനാണ്. പക്ഷെ അവൻ വെറുതെ ഇരിക്കുന്നില്ല, അവൻ അതാ. ഓടി നടന്ന് എല്ലാ കാര്യം. അപ്പോൾ ആ മറ്റേ മലയാളി പ്ലംബർ തന്നെ പറയുന്നുണ്ട്, ഇവൻ വന്നത് വലിയ സഹായമായി. കാരണം അവന് കള്ളപ്പണി അവനെ അറിയില്ല. അവൻ ഓടി നടന്ന് എല്ലാം ചെയ്ത് എല്ലാം പെർഫെക്റ്റായി. നമ്മളേതെങ്കിലും കാര്യം വിട്ടുകയറാൻ അവൻ നമ്മളെ പേരോട് ഓർമ്മിപ്പിച്ചു, സാർ അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ച് വന്ന് അവൻ അത് ആ പണികൾ തീർത്തിട്ടേ പോവുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഭായിമാർക്ക് കേരള വിപണിയിൽ വൻ ഡിമാൻഡായി മാറിയിരിക്കും.